എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ഷൈജു. അപ്പം ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് നമ്മുടെ 2025 ഗ്രൂപ്പ് ഡി പരീക്ഷയുടെ ഡേറ്റുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് നിങ്ങളിലേക്ക് എത്തിക്കുവാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ കുറേ അധികം ദിവസങ്ങളിലായിട്ട് എന്നത്തേക്ക് പരീക്ഷ ഉണ്ടാകുമെന്ന് വലിയ ആശയക്കുഴപ്പവുമായിട്ട് ആ ഒരു കാര്യത്തിൽ വലിയ ആശയക്കുഴപ്പം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് എന്നാണ് പരീക്ഷ നടക്കുന്നത് എന്നുള്ള കാര്യം കൃത്യമായിട്ട് ഇതിന് മുമ്പത്തെ വീഡിയോയിൽ നിങ്ങളിലേക്ക് അറിയിച്ചിട്ടുണ്ട്. അതിനിടയിൽ ഒരുപാട് ഉദ്യോഗാർത്ഥികൾ ഇതിന് കേസ് നടക്കുന്നുണ്ടല്ലോ, അത് പരീക്ഷയുടെ ഡേറ്റിനെ എങ്ങനെയെങ്കിലും ബാധിക്കുമോ എന്നുള്ള കാര്യത്തിൽ വലിയ ആശയക്കുഴപ്പമാണ്. സോ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കിടയിൽ പോലും ഇത്തരം നെഗറ്റീവായിട്ടുള്ള ന്യൂസുകൾ വരുന്ന സമയത്ത് അവരുടെ പഠനത്തിന്റെ തീവ്രത അല്പമെങ്കിലും കുറയുന്നുണ്ടോ എന്നുള്ള സംശയം പൊതുവെ വരുന്നുണ്ട്. സോ അതുകൊണ്ട് ഇത് പരിഹരിക്കുവാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ. മക്കളെ, നിങ്ങൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഈ ഒരു പരീക്ഷ എഴുതുന്നത് 1 കോടിയിലധികം ഉദ്യോഗാർത്ഥികളാണ്. അതൊരു വലിയ ഫാക്ടറാണ്. ഈ പരീക്ഷ അപ്ലൈ ചെയ്ത് കൃത്യമായിട്ട് ഫീസ് കൊടുത്ത ഉദ്യോഗാർത്ഥികളുടെ എണ്ണമാണ് ഈ പറഞ്ഞത്. 1,15,00,000 ഉദ്യോഗാർത്ഥികളാണ് ഈ ഒരു പരീക്ഷയിലേക്ക് കേന്ദ്രീകരിക്കാൻ പോകുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും നമുക്കൊരു നെഗറ്റീവായിട്ടുള്ള ഒരു വിധി കോടതിയുടെ ഭാഗത്ത് നിന്നും ഉണ്ടാവത്തില്ല. അതുകൊണ്ട് പരീക്ഷ എന്തായാലും ഈ അണ്ടർ ഗ്രാജുവേറ്റ് ലെവൽ പരീക്ഷ കഴിഞ്ഞതിന് ശേഷം അതിനിടയിലെ മിനിസ്റ്റീരിയൽ പരീക്ഷയും SSCയുടെ CHSL പരീക്ഷകൾക്കും ശേഷം എന്തായാലും ഒക്ടോബർ നവംബറോടുകൂടി കട്ടായം ഞാൻ പറയുന്നു ഗ്രൂപ്പ് ഡി പരീക്ഷ നടക്കും. അതുകൊണ്ട് ആശയക്കുഴപ്പം വരാതെ ദിവസങ്ങളെ കൃത്യമായിട്ട് പ്രയോജനപ്പെടുത്തിക്കൊണ്ട് മുമ്പോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പരീക്ഷ ക്രാക്ക് ചെയ്യുവാൻ സാധിക്കും. അല്ലാതെ കോടതി കേസ്, അതിൻ്റെ വിധി, അത് മേൽക്കോടതിയിലേക്ക് പോയി കീഴ്ക്കോടതിയിലേക്ക് വന്നു, ഇനി അടുത്ത ഹിയറിങ് ഇങ്ങനെ പറഞ്ഞ് അതിങ്ങനെ നടന്നുകൊണ്ടേ ഇരിക്കും. പക്ഷെ അവിടെ നിങ്ങൾ വീണു പോകാൻ പാടില്ല. എന്നിരുന്നാലും നമുക്ക് ഇപ്പോൾ നടക്കുന്നത്, നിങ്ങൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ NTPC അണ്ടർ ഗ്രാജുവേറ്റ് ലെവൽ പരീക്ഷകൾ, അതായത് സെൻട്രൽ എംപ്ലോയ്മെന്റ് നോട്ടിഫിക്കേഷൻ 06/2024 റെയിൽവേയുടെ ഭാഗത്ത് നിന്ന് വന്ന നോട്ടിഫിക്കേഷനാണ്. ഇതിന്റെ പരീക്ഷ 2024 06/2024 എന്ന് പറയുന്ന ആ ഒരു സെൻട്രൽ എംപ്ലോയ്മെന്റ് നോട്ടിഫിക്കേഷൻ ആണ്. ആ ഒരു പരീക്ഷയാണ് ഇനി നമുക്ക് നടക്കാനുള്ളത്. ഇത് നടക്കേണ്ടത് എന്നാണെന്ന് ചോദിച്ചാൽ നമുക്കറിയാം, ഓഗസ്റ്റ് മാസം 7-ാം തീയതി മുതൽ സെപ്റ്റംബർ 9 വരെയുള്ള ആ ഒരു ഗ്യാപ്പിലാണ് ആ പരീക്ഷ നടക്കുവാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. അതായത് ഓഗസ്റ്റിൽ തുടങ്ങി സെപ്റ്റംബറിന്റെ 2ാമത്തെ ആഴ്ചയുടെ തുടക്കത്തിൽ തന്നെ നമ്മുടെ NTPC അണ്ടർ ഗ്രാജുവേറ്റ് പരീക്ഷകൾ അവസാനിച്ചു. അതിനുശേഷം റെയിൽവേയുടെ അടുത്ത സെൻട്രൽ എംപ്ലോയ്മെന്റ് നോട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ അത് 07/2024 ആണ്. മക്കളെ, അത് നമ്മുടെ മിനിസ്റ്റീരിയൽ പരീക്ഷകളാണ്. അപ്പോൾ ഇതിന് ശേഷം, അതായത് സെപ്റ്റംബർ 9-ാം തീയതിക്ക് ശേഷം നമ്മുടെ മിനിസ്റ്റീരിയൽ ലെവൽ പരീക്ഷകൾ തുടങ്ങും. അത് തുടങ്ങി അത് അവസാനിച്ചതിന് ശേഷം SSCയുടെ CHSL പരീക്ഷകൾ കൂടി അതിനിടയിൽ വരുന്നുണ്ട്. അതും കഴിഞ്ഞിട്ട് അപ്പോഴത്തേക്ക് നമ്മൾ ഒക്ടോബർ ആവും. സോ ഒക്ടോബർ നവംബറോടുകൂടി നമ്മുടെ ഗ്രൂപ്പ് ഡി പരീക്ഷകൾ ഘട്ടം ഘട്ടമായിട്ട് നടത്തി ഈ പറയുന്ന പരീക്ഷ പ്രോസസ് അവിടെ അവസാനിക്കും. അപ്പൊ നിങ്ങൾ അതിനിടയിൽ ചോദിക്കും, സാറേ ഇതിനിടയിൽ കേസുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള നെഗറ്റീവ് ന്യൂസുകൾ ഉണ്ടടാ. കാരണം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആദ്യമൊക്കെ ഈ ഗ്രൂപ്പ് ഡി പരീക്ഷകൾ, ആ ഒരു കേസിന്റെ നാൾവഴികൾ ഇങ്ങനെയാണ്. ആദ്യമൊക്കെ ഈ പരീക്ഷകൾ ഗ്രൂപ്പ് ഡി നടത്തുന്നത് IT യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്കായിരുന്നു. വലിയ പ്രതിഷേധങ്ങൾ നോർത്ത് ഇന്ത്യയിലൊക്കെ ആഞ്ഞടിച്ച് റെയിൽവേ പിന്നീട് ഈ IT എന്ന് പറയുന്ന യോഗ്യത 10ാം ക്ലാസ് ആക്കി മാറ്റി. 10ാം ക്ലാസ് അല്ലെങ്കിൽ SLC യോഗ്യത ഉള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഈ ലെവൽ 1 പരീക്ഷകൾ അപ്ലൈ ചെയ്യാം, എഴുതാം എന്നൊരു നോട്ടിഫിക്കേഷൻ ആണ് പിന്നീട് വന്നത്.
ആ ഒരു നോട്ടിഫിക്കേഷൻ വരുമ്പോൾ തന്നെ 2018 അന്നൊരു സർക്കുലറുമായിട്ട് റെയിൽവേ വന്നു. ആ സർക്കുലറിനകത്ത് പറയുന്നു, ഇനി ഒരു നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് ഞങ്ങൾ IT യോഗ്യതയാക്കുമെന്ന് പറയുന്നു. അതിനുശേഷം 2018 ആ ഒരു നോട്ടിഫിക്കേഷന് ശേഷം 2019, 2024 നോട്ടിഫിക്കേഷൻ വരുമ്പോഴെല്ലാം യോഗ്യത പഴയതുപോലെ SLC അല്ലെങ്കിൽ 10ാം ക്ലാസ് ആയിരുന്നു. അപ്പോൾ പഴയ നോട്ടിഫിക്കേഷനെ മുൻനിർത്തിക്കൊണ്ട് IT യോഗ്യത ഉള്ള ഉദ്യോഗാർത്ഥികൾ ഈ 2024 നോട്ടിഫിക്കേഷൻ വന്ന സമയത്ത് അവര് സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിൽ ഒരു കേസ് ഫയൽ ചെയ്തു. അതായത് ഈ നോട്ടിഫിക്കേഷനകത്ത് IT യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികളെ മാത്രമായിട്ട് ഉൾപ്പെടുത്തണം എന്നുള്ള രീതിയിൽ IT യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികളെല്ലാം കൂടെ ചേർന്നിട്ട് സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിൽ ഒരു കേസ് ഫയൽ ചെയ്തു. നമുക്കറിയാം, തൊഴിൽ സംബന്ധമായ കേസുകൾ പരിഹരിക്കുന്ന കോടതിയാണ് സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ. കേന്ദ്ര ഗവൺമെന്റിന്റെ കീഴിൽ വരുന്നതാണ്. ഇപ്പൊ നമ്മുടെ സംസ്ഥാന തലത്തിലെ നമ്മുടെ തൊഴിൽ സംബന്ധമായ തർക്കങ്ങൾ പരിഹരിക്കുന്നത് കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിലാണ്, KAT. അതിന്റെ അസിസ്റ്റന്റ് നോട്ടിഫിക്കേഷനാണ് ഇനി വരാൻ ഡിഗ്രി ലെവൽ നമുക്ക് PSCയുടെ ഭാഗത്തു നിന്നുള്ളത്. അത് അവിടെ നിൽക്കട്ടെ. അങ്ങനെ സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിൽ ആ കേസ് ഫയൽ ചെയ്ത സമയത്ത് ഹിയറിംഗ് നടക്കുന്നു. അവർ പറയുന്നു, ഇത് റെയിൽവേ കൊണ്ടുവന്നൊരു നോട്ടിഫിക്കേഷനാണ്. ഇപ്പൊ റെയിൽവേക്ക് പൂർണ്ണമായിട്ടുള്ള അവകാശമുണ്ട്, അവർക്ക് യോഗ്യത തീരുമാനിക്കാനുള്ള അവകാശമുണ്ട്. അതുകൊണ്ട് RRB എന്താണോ പറയുന്നത് അതിലേക്ക് ഞങ്ങൾ അങ്ങ് കേന്ദ്രീകരിക്കുവാണെന്ന് പറഞ്ഞുകൊണ്ട് ഈ കേസ് നേരെ ഹൈക്കോടതിയിലേക്ക് അങ്ങ് വിട്ടു. അതായത് ഈ പറയുന്ന സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിൽ നിന്നും കേസ് നേരെ ഡൽഹി ഹൈക്കോടതിയിലേക്ക് മാറ്റി. കാരണം അതാണ് പിന്നെ മേൽക്കോടതി എന്ന് പറഞ്ഞാൽ ഹൈക്കോടതി, ഹൈക്കോടതി കഴിഞ്ഞാൽ സുപ്രീം കോടതിയാണ്. അങ്ങനെ ഡൽഹി ഹൈക്കോടതിയിലെ ഈ കേസ് അവിടെ കുറച്ചധികം ഹിയറിങ്ങുകളൊക്കെ നടന്നതിന് ശേഷം വലിയ ഇംപ്രൂവ്മെന്റ് ഒന്നും ഇല്ലാതെ ഈ കേസ് നേരെ കീഴ്ക്കോടതിയിലേക്ക് വീണ്ടും, അതായത് കേസ് വന്ന അടുത്തേക്ക് തന്നെ വീണ്ടും CAT സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിലേക്ക് വീണ്ടും കേസ് താഴ്ത്തി കൊടുത്തുകൊണ്ടാണ് 28ാം തീയതിയിലെ വിധി വന്നിരിക്കുന്നത്. 28 എന്ന് പറയുമ്പം തൊട്ട് കഴിഞ്ഞ ദിവസമാണ്, ജൂലൈ 28 കാര്യമാണ്. ജൂലൈ 28ാം തീയതിയാണ് അവസാനമായിട്ട് ഹൈക്കോടതിയിലെ ഈ കേസ് പരിഗണിച്ചത്. അപ്പോ ഈ കേസ് വീണ്ടും കീഴ്ക്കോടതിയിലേക്ക് തള്ളിയിരിക്കുകയാണ്. എന്നിട്ട് അവർ പറയുന്നുണ്ട്, ഇതിനൊരു തീരുമാനമാക്കി കൊടുത്തേക്ക് എന്ന് പറയുന്നുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇതിന്റെ ഹിയറിംഗ് വീണ്ടും ഓഗസ്റ്റ് മാസത്തിലേക്ക് വീണ്ടും മാറ്റിവെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇത് സ്വാഭാവികമായിട്ടും എന്തായാലും RRB എന്താണോ പറയുന്നത് ആ ഒരു ഭാഗത്തേക്കായിരിക്കും അതിന്റെ വിധി വരാനുള്ള ചാൻസ് വളരെ കൂടുതൽ. അതുകൊണ്ട് ഈ പരീക്ഷയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് IT യോഗ്യതയാക്കുമെന്നുള്ള രീതിയിലുള്ള പ്രചരണങ്ങളിലേക്ക് നിങ്ങൾ കേന്ദ്രീകരിക്കാതെ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഏറ്റവും നന്നായിട്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ട് മുമ്പോട്ട് പോവുക. ദിവസങ്ങൾ കുറവാണ്, ആ ദിവസങ്ങളെല്ലാം കേന്ദ്രീകരിച്ചുകൊണ്ട് നിങ്ങൾ മുമ്പോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ പരീക്ഷ നന്നായിട്ട് ക്രാക്ക് ചെയ്യുവാൻ സാധിക്കും. അത്യാവശ്യം നന്നായിട്ട് പഠിക്കാനുണ്ട്. ഇവിടെ പ്രധാനമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഈ വർഷം അവസാനം തന്നെ പുതിയ നോട്ടിഫിക്കേഷൻ വരുമെന്ന് RRB പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ വിളിക്കും, അതവിടെ നിൽക്കട്ടെ. എന്നിരുന്നാലും നമ്മൾ ഇത്രയും ആത്മാർത്ഥമായിട്ട് അപ്ലൈ ചെയ്തു, ഭംഗിയായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നു. സോ ഇതിനകത്ത് കുറച്ചുകൂടി നമ്മളൊന്ന് ആത്മാർത്ഥമായിട്ട് മനസ്സ് വെച്ച് കഴിഞ്ഞാൽ 2025 നടക്കാൻ പോകുന്ന ഈ ഒരു ഗ്രൂപ്പ് D പരീക്ഷ നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ സാധിക്കും. അതിനു വേണ്ടിയിട്ട് നിങ്ങളുടെ മുമ്പിലെ ഈ കിട്ടുന്ന അവസരം ഉണ്ടല്ലോ, വീണ് കിട്ടിയ അവസരം എന്ന് വേണമെങ്കിൽ പറയാം. അല്ലാതെ ഇനി പരീക്ഷ ഡേറ്റ് വരാതെ ഞാൻ പഠിക്കുന്നില്ല, അതുകൊണ്ട് എൻ്റെ ഒരു പ്രിപ്പറേഷനിലെ കുറച്ചൊക്കെ ഒരു വീഴ്ചകൾ സംഭവിച്ചു എന്നും പറഞ്ഞുകൊണ്ട് എന്തായാലും എക്സാമിനേഷൻ ഡേറ്റ് വരട്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങൾ, അല്ലെങ്കിൽ കേസിന്റെ വിധി വരട്ടെന്നും പറഞ്ഞുകൊണ്ട് ഇരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ വിലപ്പെട്ട സമയം, പഠിക്കുവാൻ വേണ്ടി ഉപയോഗിക്കേണ്ട വിലപ്പെട്ട സമയമാണ് നിങ്ങൾ പാഴാക്കി കളയുന്നത്. അതുകൊണ്ട് കുഞ്ഞുങ്ങളെ, നിങ്ങളൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മുടെ ഫ്യൂച്ചർ വെച്ചുകൊണ്ടുള്ളൊരു കളിയായത്. അതുകൊണ്ട് ഈ പ്രചരണങ്ങളിൽ, അതായത് നിങ്ങൾ കേസിന്റെ വിധി, അതേപോലെ പരീക്ഷയുടെ ഡേറ്റ് വരട്ടെ, ഇതിങ്ങനെ നീണ്ടു പോവുകയാണല്ലോ എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് നിങ്ങളുടെ പഠനത്തിന്റെ തീവ്രതയിൽ എന്തെങ്കിലും കുറവ് വരുവാണെങ്കിൽ നിങ്ങൾ അത് പരിശോധിച്ചുകൊണ്ട് ഏറ്റവും ഭംഗിയായിട്ട് തീവ്രത ഉയർത്തുക, പഠിക്കുക, നന്നായിട്ട് പ്രിപ്പയർ ചെയ്തെങ്കിൽ മാത്രമേ
ഈ ഒരു പരീക്ഷ ക്രാക്ക് ചെയ്യുവാൻ സാധിക്കത്തുള്ളൂ. നല്ല കോമ്പറ്റീഷനാണ്. കാരണം പുതിയ പേ കമ്മീഷൻ നിലവിൽ വരും എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. അത്യാവശ്യം സാലറി 45,000 മുകളിലേക്ക് പോകും എന്നുള്ളത് കൊണ്ട് 10ാം ക്ലാസ് യോഗ്യതയുള്ള ഒരു ഉദ്യോഗാർത്ഥിക്ക് ചെന്ന് എത്തിപ്പെടാൻ സാധിക്കുന്ന ഏറ്റവും ഗ്ലാമറസ് ആയിട്ടുള്ള ജോലിയാണ് നിങ്ങളെ തേടിയിരിക്കുന്നത്. 2026 നിങ്ങൾക്കൊരു കേന്ദ്ര ഗവൺമെന്റ് ജോലി വേണമെങ്കിൽ നല്ല സീരിയസ് ആയിട്ട് ഈ പറയുന്ന ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബറിന്റെ കുറച്ച് കിട്ടും. എന്നിരുന്നാലും എന്തായാലും ഒരു 2 മാസത്തെ സമയം നിങ്ങൾക്ക് ഇനിയും പഠിക്കുവാൻ കിട്ടുമെന്നുള്ള വസ്തുത മറന്നു പോരുത്. ഏറ്റവും നന്നായിട്ട് നിങ്ങൾ പഠിച്ചു മുമ്പോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ഈ പരീക്ഷ ക്രാക്ക് ചെയ്യുവാൻ സാധിക്കും. അവിടെ പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്യേണ്ടത് റീസണിങ് 30 മാർക്ക്, മാത്സ് 25 മാർക്ക്, അപ്പോൾ തന്നെ 55 മാർക്കായി. അതേപോലെ തന്നെ നമ്മുടെ സയൻസ് 20 മാർക്ക്, 80 മാർക്കായി. നിങ്ങൾ മറ്റുള്ള കാര്യങ്ങളുടെ പിറകിന് പോകാതെ റീസണിങ്ങും മാത്സും സയൻസും എടുത്തു വെച്ച് നന്നായിട്ട് പഠിച്ചുകൊണ്ട് മുമ്പോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ഈ പരീക്ഷ നിങ്ങൾക്ക് വിധിച്ചിട്ടുള്ളതാണ്, നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ സാധിക്കും. അപ്പൊ അതുകൊണ്ട് നിങ്ങളെ സഹായിക്കുവാൻ നമ്മൾ ഗ്രൂപ്പ് ഡിയുടെ ഏറ്റവും എക്സ്ക്ലൂസീവായിട്ട് 50 ദിവസം കൊണ്ട് ഈ എൻറ്റയർ സിലബസ് ഏറ്റവും ഭംഗിയായിട്ട് തീർക്കാവുന്ന രീതിയിൽ പുതിയ കോഴ്സുകൾ കൂടി ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഇനിയും പഠിച്ചു തുടങ്ങാത്ത ഉദ്യോഗാർത്ഥികൾക്കും അത്യാവശ്യം കാര്യങ്ങൾ അറിയാവുന്നവർക്കും എല്ലാം നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്തുകൊണ്ട് മുമ്പോട്ട് പോകുവാൻ സാധിക്കും. കൃത്യമായ ഒരു മെന്റർഷിപ്പും നിങ്ങൾക്ക് ഓരോ ദിവസങ്ങളും കൃത്യതയുള്ള ഒരു ഔട്ട്പുട്ട് ആക്കി എടുക്കുവാനും ഇത്തരം ബാച്ചുകൾ നിങ്ങളെ പൂർണ്ണമായിട്ടും സഹായിക്കുമെന്നുള്ളതാണ് വസ്തുത. വലിയ പ്രാധാന്യം റീസണിങ്ങിനും മാത്സിനുമാണ് കൊടുക്കേണ്ടത്. കാരണം നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ പകുതിയിൽ കൂടുതൽ ചോദ്യങ്ങൾ, 55% ചോദ്യങ്ങൾ കിടക്കുന്നതും റീസണിങ് മാത്സുമാണ്. സ്ഥിരമായിട്ട് 2-3 മണിക്കൂർ ടോപ്പിക്കുകൾ, പ്രീവിയസ് ചോദ്യങ്ങൾ എടുത്തു വെച്ച് പഠിക്കുന്ന ഉദ്യോഗാർത്ഥിക്ക് ഇത്തവണത്തെ ഗ്രൂപ്പ് ഡി പരീക്ഷ ഏറ്റവും ഭംഗിയായിട്ട് ക്രാക്ക് ചെയ്യുവാൻ സാധിക്കും. അതുകൊണ്ട് കേസുകളുടെ അപ്ഡേറ്റ്സുകളുടെ പിറകിന് പോയിട്ടോ, അതുമല്ല എക്സാമിനേഷൻ ഡേറ്റിന്റെ ആ ഒരു താളം നമ്മൾക്ക് ഈ പഠിച്ചുകൊണ്ട് പോകുന്നതിലെ ഒരു വ്യക്തതക്കുറവ് വരാത്തതിന്റെ പിറകിൽ പോയിട്ടോ കാര്യമില്ല. എന്തായാലും ഒരിക്കൽ കൂടി അവസാനമായിട്ട് ഞാൻ പറയുന്നു, പരീക്ഷ എന്തായാലും ഈ പറയുന്ന പോലെ ഒക്ടോബർ, നവംബർ നടക്കും. 2026 ഇതിന്റെ എല്ലാ പ്രോസസ്സുകളും പൂർത്തിയാക്കി 2026 പകുതിയോടുകൂടി നമുക്കൊരു അഡ്വൈസ് കിട്ടാവുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പരീക്ഷയാണ് നിങ്ങൾ എഴുതാൻ പോകുന്നത്. അതുകൊണ്ട് പഠനത്തിലെ ഒരു തീവ്രത കുറവും വരാതെ ഏറ്റവും ഭംഗിയായിട്ട് നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്തുകൊണ്ട് മുമ്പോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ 2026 മുതൽ നിങ്ങൾക്ക് ഒരു കേന്ദ്ര ഗവൺമെന്റ് ജോലിയോടുകൂടി ജീവിതം നല്ല രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. സോ നിങ്ങളുടെ എല്ലാ സംശയങ്ങളും മാറിയിട്ടുണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ മറ്റൊരു വീഡിയോയിൽ നമുക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തുകൊണ്ട് മറ്റൊരു വീഡിയോയിൽ വരാം. നിങ്ങളുടെ എല്ലാ സജഷൻസും, നിങ്ങളുടെ എല്ലാ ഡൗട്ടുകളും, നിങ്ങളുടെ എല്ലാ കംപ്ലീറ്റ് കാര്യങ്ങളും, നിങ്ങളുടെ എല്ലാ സജഷൻസും തീർച്ചയായിട്ടും വീഡിയോയ്ക്ക് താഴെ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. മറ്റൊരു യൂസ്ഫുൾ സെഷനുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.